ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. വെറൈറ്റി ക്വസ്റ്റ്യൻ മീൻസ് പുതിയൊരു കൺസെപ്റ്റ് ഉണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യനിൽ. ക്വസ്റ്റ്യൻ ഇതാണ്: ഇവാലുവേറ്റ് എൽ ഓഫ് ഇ റൈസ് ടു മൈനസ് ടി കോസ് എച്ച് ടി. ഈ കോസ് എച്ച് ടിക്ക് ചെറിയൊരു ഇക്വേഷൻ ഉണ്ട്, അതേപോലെ സൈൻ എച്ച് ടിക്കും വേറെ ഇക്വേഷൻ ഉണ്ട്. ഇത്തരത്തിലുള്ള ഫംഗ്ഷന് പറയുന്ന പേരാണ് ഹൈപ്പർബോളിക് ഫംഗ്ഷൻസ്. ഇവിടെ എഴുതിയിട്ടുണ്ട് ഹൈപ്പർബോളിക് ഫംഗ്ഷൻസ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ആണിത്. സൈൻ ഓഫ് എച്ച് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ റൈസ് ടു ടി മൈനസ് ഇ റൈസ് ടു മൈനസ് ടി ഡിവൈഡഡ് ബൈ 2 ആണ്. അതേപോലെ തന്നെ കോസ് ഓഫ് എച്ച് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ റൈസ് ടു ടി പ്ലസ് ഇ റൈസ് ടു മൈനസ് ടി ഡിവൈഡഡ് ബൈ 2 ആണ്. ഇതെന്ത് ചെയ്യുക, ബുക്കിന്റെ ഏതെങ്കിലും സൈഡിൽ എഴുതി വെക്കുക. എന്നിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ എഴുതിത്തോളി: ഇവാലുവേറ്റ് എൽ ഓഫ് ഇ റൈസ് ടു മൈനസ് ടി കോസ് ഓഫ് എച്ച് ടി. അപ്പോൾ ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യാണ്, ലാപ്ലേസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഇ റൈസ് ടു മൈനസ് ടി കോസ് ഓഫ് എച്ച് ടി എന്ന് എഴുതിയെടുക്കുകയാണ്. ഇനി എന്ത് ചെയ്യുക, കോസ് ഓഫ് എച്ച് ടി ഇക്വേഷൻ കൊടുക്കുക, ഇ റൈസ് ടു മൈനസ് ടി. കോസ് ഓഫ് എച്ച് ടി ഇക്വേഷൻ ആയതുകൊണ്ട് ഇ റൈസ് ടു ടി പ്ലസ് ഇ റൈസ് ടു മൈനസ് ടി ഡിവൈഡഡ് ബൈ 2 ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, ഒരു ബ്രാക്കറ്റ് ഒക്കെ വരച്ചിട്ട് കൊടുക്കുകയാണ്. ഇ റൈസ് ടു ടി പ്ലസ് ഇ റൈസ് ടു മൈനസ് ടി ഡിവൈഡഡ് ബൈ 2. ഇനി എന്താ ചെയ്യേണ്ടത്, ഈ ഒരു സംഭവത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഉള്ളിലോട്ട് ഗുണിക്കാം. is equal to e raised to t into e raised to minus t എന്ന് വരും അല്ലെ. ഒരു മൈനസ് ടി ഉണ്ട്, ഒരു പ്ലസ് ടി ഉണ്ട്. പ്ലസ് e raised to minus t into e raised to minus t എന്ന് വരും. all divided by 2. അടിയിലുള്ള രണ്ട് ടേമുകൾ ഈക്വൽ ആണല്ലോ ഈ രണ്ടെണ്ണത്തിന്റെയും. അപ്പൊ എന്ത്, ഇത് തമ്മിൽ ആഡ് ചെയ്യാൻ പറ്റും, ഇതും ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് വന്നു, അപ്പൊ എന്ത് ചെയ്യുക, രണ്ടും കട്ടായി പോയി, ഇത് 0 ആയി പോയി. which is equal to e raised to 0 എന്ന് വരും. പിന്നെ മൈനസ് ടി മൈനസ് ടി എന്ന് വരും. ഈ പ്ലസ് ഇതിനെ നടക്ക് പുറത്ത് നിൽക്കുകയാണ്. ഇവിടെ ഈ നെഗറ്റീവ് വരുമ്പോൾ പോസിറ്റീവിന് എന്തുണ്ടാവില്ല, പവർ ഉണ്ടാവില്ല. മൈനസ് ടി എന്ന് പറഞ്ഞാൽ മൈനസ് 2t ആണ്. അപ്പം പ്ലസ് ഇ റൈസ് ടു മൈനസ് 2t ഡിവൈഡഡ് ബൈ 2. ഇ റൈസ് ടു 0ന്റെ വാല്യൂ നമുക്കറിയാം, which is equal to 1 ആണ്. അപ്പോൾ അതിന്റെ ആൻസർ വരിക 1 പ്ലസ് ഇ റൈസ് ടു മൈനസ് 2t. ഇവിടെ ടി ഉണ്ട്, ഡിവൈഡഡ് ബൈ 2. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് കിട്ടിയത്. ഇനി ഇതിന്മേൽ എന്ത് ചെയ്യണം, ലാപ്ലേസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യണം. ഈ 1/2 നമ്മൾ എന്ത് ചെയ്യണം, പുറത്തേക്ക് എടുക്കണം, കാരണം അതൊരു കോൺസ്റ്റന്റ് ആണ്. പിന്നെ എന്ത് ചെയ്യുക, ലീനിയാരിറ്റി പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുക. അപ്പൊ എങ്ങനെയാ കാണിച്ചു തരാം. അപ്പൊ 1/2 ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് എഴുതിയെടുത്തു. എന്നിട്ട് എൽ ഓഫ് 1 പ്ലസ് ഇ റൈസ് ടു മൈനസ് 2t ഇങ്ങനെ വന്നു. ഓക്കെ, ഇത്രയും കിട്ടിയാൽ ആർക്കും സംശയമൊന്നുമില്ലല്ലോ. ഇനി എന്ത് ചെയ്യാം, ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ ലീനിയാരിറ്റി പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യണം. ഇതിനും ലാപ്ലേസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യാം, ഇതിനും ലാപ്ലേസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യാം. അപ്പോൾ 1/2 ഇൻറ്റു 1/2 എന്തെങ്കിലും ബ്രാക്കറ്റിന് പുറത്തെടുത്താണ് എൽ ഓഫ് 1 പ്ലസ് എൽ ഓഫ് ഇ റൈസ് ടു മൈനസ് 2t എന്ന് വരും. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. എൽ ഓഫ് 1ന്റെ വാല്യൂ അറിയാലോ, which is equal to എൽ ഓഫ് 1 എന്ന് പറഞ്ഞാൽ 1 ഡിവൈഡഡ് ബൈ s ആണ്. പ്ലസ് ഇ റൈസ് ടു മൈനസ് 2ന്റെ വാല്യൂ എന്താണ്, ഞാൻ ഇവിടെ എഴുതി കാണിച്ചു തരുന്നുണ്ട്. ഇ റൈസ് ടു മൈനസ് 2ന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ 1 ഡിവൈഡഡ് ബൈ s മൈനസ് a ആണ്. ഇവിടെ ആന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, ടിന്റെ കൂടെ ആരാണോ അയാള് -2 ആണ്. a ഈക്വൽ ടു -2. അപ്പൊ എന്താ വരിക, which is equal to 1 ഡിവൈഡഡ് ബൈ s മൈനസ് ഒരു നെഗറ്റീവ് നമ്മൾ ഇക്വേഷനിൽ ഉള്ളതാണ്, ഒരു -2ന്റെ വകി. അപ്പൊ രണ്ടോട് കൂടി പോസിറ്റീവ് ആവും, +2. 1 ഡിവൈഡഡ് ബൈ s പ്ലസ് 2 ആണ് വരിക. ഇത് വരും 1 ഡിവൈഡഡ് ബൈ s പ്ലസ് 2 എന്ന് വരും. തീർന്നില്ല. ഇനി ഇതിനൊന്ന് എന്ത് ചെയ്യാം, ക്രോസ് ചെയ്ത് നോക്കാം. which is equal to 1/2 ഇൻറ്റു 1/2 ഇപ്പോൾ പുറത്ത് കിട്ടിക്കോളൂ കേട്ടോ. ഇത് വേണമെങ്കിൽ ഇനി ഉള്ളിലേക്ക് ഗുണിച്ചിട്ട് ക്രോസ് ചെയ്യുകയും ചെയ്യാം, പക്ഷെ സ്റ്റെപ്പ് കൂടും. നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് ക്രോസ് ചെയ്ത് നോക്കാം. s പ്ലസ് 2 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ s പ്ലസ് 2 ആണ്. അതേപോലെ s ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ പ്ലസ് s ആണ്, ഡിവൈഡഡ് ബൈ s ഇൻറ്റു s പ്ലസ് 2. ക്രോസ് ചെയ്യാനൊക്കെ അറിയാലോ അല്ലെ, s ഇൻറ്റു s പ്ലസ് 2. ഞാൻ അറിയാത്തവർക്ക് എന്ത് ചെയ്യാം, ഇതും ഗുണിക്കുക, പ്ലസ് ഇതും ഗുണിക്കുക, പിന്നെ അടിയിലുള്ള രണ്ട് ടേമുകൾ നമ്മൾ ഗുണിക്കുക. എല്ലാവർക്കും അറിയണം തന്നെ കാരണം. ഇനി എന്താ ചെയ്യേണ്ടത്, 1/2 ഇൻറ്റു ഈ എസും കൂട്ടിക്കൂടെ, അപ്പൊ 2s വരും. പിന്നെ പ്ലസ് 2 ഡിവൈഡഡ് ബൈ s ഇൻറ്റു s പ്ലസ് 2. s ഇൻറ്റു s പ്ലസ് 2 എന്ന് വരും. ബാക്കി ഞാൻ അവിടെ ഇതുണ്ട്. ഇനി എന്ത് ചെയ്യാം, ഇതിലും 2 ഉണ്ട്, ഇതിലും 2 ഉണ്ട്. 2 നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പൊ 2 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. ഇവിടെ ഇൻറ്റു 1 ഉണ്ട്, ഇതിൽ വെച്ച് കുഴപ്പമില്ല. അപ്പൊ ഇതിൽ നിന്ന് ഒരു 2 വരുമ്പോ ഇവിടെ s ഒറ്റക്ക് ആവും.
പ്ലസ് ഇതിന്ന് 2 പോകുമ്പോൾ 0 അല്ല 1 ആണ് ഉണ്ടാവുക, ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് 2 എന്ന് വരും. ഓക്കെ, ഈ 2 കട്ടാവും. നമ്മുടെ ആൻസർ എന്താ വരിക? എസ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് 2. ഓക്കെ, ഇതാണ് ഇന്നത്തെ ക്വസ്റ്റ്യന്. അപ്പൊ എന്ത് ചെയ്യുക, ഇത് ഹൈപ്പർബോളിക് ഫംഗ്ഷൻസ് പഠിച്ചേക്കുക, സൈൻ ഓഫ് എച്ച് ടി അതേപോലെ തന്നെ കോസ് ഓഫ് എച്ച് ടി എന്ത് ചെയ്യുക, നോട്ടിങ്ങിൽ എഴുതിച്ചിട്ട് എന്ത് ചെയ്യുക, പഠിക്കണം. അതേപോലത്തെ ക്വസ്റ്റ്യന് റയർ ആണ്, വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റണം. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. താങ്ക് യു.